ഹലോ ഹായ് നമസ്കാരം. ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫേസുകളിലൊന്ന്, ഒരുപാട് ഫേസസ് ഉണ്ട് കേട്ടോ, അതിലേറ്റവും ബുദ്ധിമുട്ടേറിയ ഫേസുകളിലൊന്ന് അതൊരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് മൊമെൻ്റാണ്. ചില ആൾക്കാർ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവരുടെ ബ്രേക്കപ്പിൻ്റെ സമയത്ത് പാർട്ട്ണറോട് അത് അവതരിപ്പിക്കുന്നു, അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പരസ്പരം ഇരുന്ന് സംസാരിച്ച് ആ പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുക എന്ന് പറയുന്നത് സ്റ്റിൽ പെയിൻഫുള്ളാണ്. പക്ഷേ ആ പെയിൻ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും പതിയെ മാറുകയും ചിലപ്പോൾ അവർക്കിടയിൽ ഒരു മനോഹരമായ സൗഹൃദം നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ അവസാനിക്കണമെന്നില്ല. ചിലപ്പം ബ്രേക്കപ്പിനെ കുറിച്ച് ഒരാൾ ചിന്തിച്ച് മറ്റേയാളോട് അവതരിപ്പിക്കുമ്പോൾ അത് വേറെ രീതിയിൽ റീഡ് ചെയ്യപ്പെടുകയും വളരെ മോശം ഒരവസ്ഥയിലേക്ക് ആ റിലേഷൻഷിപ്പ് പോവുകയും ഇറങ്ങി വരാൻ പറ്റാതിരിക്കുകയും ആ മോശം അവസ്ഥയിൽ തുടരുകയും ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. മറ്റൊന്ന്, ഇത് ബ്രേക്കപ്പ് ആണോ, ഇവിടെ എനിക്കൊരു എൻഡാണോ ബെൻഡാണോ വേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഏത് സിറ്റുവേഷനിലാണ് ഞാനും എൻ്റെ റിലേഷൻഷിപ്പും ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ബന്ധത്തിൽ തുടരേണ്ടി വരിക എന്നുള്ളതാണ്. അത് ഭയാനകമാം വിധം കൺഫ്യൂസിംഗ് ആണ്, പെയിൻഫുള്ളാണ്. ഒരുപക്ഷെ അതിഭീകരമായിട്ടുള്ള സെൽഫ് ഡൗട്ട് വരുന്ന, നമുക്ക് നമ്മളെ തന്നെ സംശയം തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇതിൽ ആദ്യത്തെ കാര്യം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഭാഗ്യമാണ്. പക്ഷേ ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടേക്കാം. നിങ്ങളുടെ പെയിനെ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ അനുഭവിച്ച വേദന കൊണ്ടു നടക്കുന്ന എല്ലാവരുടെയും പെയിനെ മാനിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളുടെ പെയിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ സംസാരിക്കില്ല. അത് ചെയ്യാൻ പാടില്ല. കാരണം യുവർ പെയിൻ ഈസ് വാലിഡ്. നിങ്ങൾ കടന്നുപോയ യാഥാർത്ഥ്യങ്ങൾക്ക്, നിങ്ങളിപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു തരത്തിലും വില കുറച്ച് കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉന്നയിക്കാൻ ലോകത്ത് ആർക്കും അർഹതയില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ പെയിനൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേ ഓർത്തെടുക്കാൻ ജീവിതത്തിലെ കുറേ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. നമ്മൾ അവിടെ പോയത്, നമ്മൾ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പുറത്തിറങ്ങി വന്നാൽ പോലും ഓർത്തെടുക്കാനൊരു നല്ല നിമിഷം ഉണ്ടാവില്ല. കാരണം അത്രയും കാലത്തെ അവരെ തന്നെ അവർക്ക് നഷ്ടപ്പെടും. നമുക്ക് നമ്മളെ നഷ്ടപ്പെടുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ട്രോമ അതിനു മുൻപുള്ള നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെ പോലും ഇറേസ് ചെയ്ത് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. പക്ഷെ പറ്റില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ പെയിൻ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ലോകത്താർക്കും, ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്ന് പറയുന്ന ആഗ്രഹമാണ് ഉണ്ടാവുക. അത് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്ന് താൻ കടന്നുപോയത് എന്തിലൂടെയാണ്, അതിൽ നിന്ന് എങ്ങനെയാണ് ഹീലായത് എന്നൊക്കെ തുറന്ന് പറയണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. പക്ഷെ അങ്ങനെ ഒരാൾ തുറന്നു പറയുന്ന സമയത്ത് അവിടെ നമ്മളൊരല്പം റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. 100% ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചമാണ് നിങ്ങൾ കടന്നുപോയ പെയിൻ എന്താണ് എന്നുള്ളത് തുറന്നു പറയിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന ജീവിതത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകളുണ്ട്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ ടീനേജ് അടക്കമുള്ള വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കച്ചിത്തുരുമ്പാണ്, ഒരു പ്രതീക്ഷയാണ്. വേറെ ഒന്നും ചിന്തിക്കാതെ അവരതിൽ കയറി പിടിക്കും. പക്ഷേ ആ കച്ചിത്തുരുമ്പ് നമ്മൾ നീട്ടുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുപമ പരമേശ്വരൻ ധന്യ വർമ്മയുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ അനുപമ ഒരുപാട് വട്ടം ആവർത്തിക്കുന്ന വാക്കാണ് നാർസിസ്റ്റിക് റേജ്, അബ്യൂസ്. ഈ NPD എന്നുള്ള വാക്ക്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഈ വാക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ചിലപ്പം 1-2 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഇൻബോക്സിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യൂ. കാരണം ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ NPD എന്നുള്ള വാക്ക് വളരെ പ്രശസ്തമാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി വ്യൂ കിട്ടുന്നൊരു വിഷയമാണത്. നിങ്ങളുടെ ഒക്കെ അൽഗോരിതം ഇപ്പോൾ ആ വേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളെ കാണിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും അവെയർനെസ് ആവശ്യമാണ്. അനുപമ പരമേശ്വരൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ അവെയർനെസ് എന്ന് പറയുന്ന ഫാക്ടർ ദാറ്റ്സ് അപ്രിഷ്യബിൾ. പക്ഷേ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ, പൂർണ്ണമായ വിവരങ്ങളില്ലാതെ ഇതിനെ എങ്ങനെ നമുക്ക് ഓരോ ഡോട്ടുകളും ഫില്ല് ചെയ്ത് കണക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ റോ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വൾണറബിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പാസ് ചെയ്യുന്നത് അത് കുറേ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഞാനിവിടെ പറയുന്നത് അനുപമ പരമേശ്വരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല, അവിടുത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മിസ്സായിപ്പോയ ചില ഡോട്ടുകളുണ്ട്. അതുകൂടി ഫില്ല് ചെയ്ത് അത് വായിക്കുമ്പോഴാണ് അത് വായിക്കുന്നയാൾക്ക് ഉപകാരം ഉണ്ടാകുന്നത്. കാരണം NPD അടക്കം
നമ്മളവിടെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ് ആ PD വരുന്നത്. വേറെയും കുറേ പ്രയോഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ, വളരെ പോപ്പുലറായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. NPD ആണ് അതിലെ ഫസ്റ്റ്. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ക്ലിനിക്കൽ ഡയഗ്നോസ്, നമുക്ക് ആരോപിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിൽ 1 2 ചിലപ്പോൾ ഒരു 10 കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അയാൾ NPD ആണ് അല്ലെങ്കിൽ അയാൾ നാർസിസ്റ്റ് ആണ് എന്ന് മുദ്ര കുത്തുന്നത് നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാണ് എന്ന് ഉറപ്പിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ അവിടെ ഫില്ല് ചെയ്യേണ്ട ചില ഡോട്ടുകളുണ്ട്. ആ ഡോട്ടുകൾ ഫില്ല് ചെയ്യാൻ ട്രെയിൻഡായ എക്സ്പീരിയൻസ്ഡായ പ്രൊഫഷണലുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ടേമിനെ കുറിച്ച്, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതിനോട് ചേർത്ത് എന്ത് ടേമാണെങ്കിലും ആ ടേം നമ്മൾ പറയുമ്പോൾ പേഴ്സണാലിറ്റിയാണ് അസസ് ചെയ്യുന്നത്. അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒരുപാട് ആളുകൾ പറയുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ നമുക്ക് അവൈലബിൾ ആവണമായിരുന്നു. അവരുടെ സമയവും കൂടി ഇവിടെ വളരെ ആവശ്യമാണ്. സോ ഇപ്പോൾ ഞങ്ങൾക്ക് അവരുടെ സമയം കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ഹൃദ്യ ആൻഡ് അഖിൽ. ഹീലിംഗ് ആണ് നമ്മുടെ വിഷയം. ഇതിനകത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, എന്താണ് ഹീലിംഗ്? ആൻഡ് ഹീൽ ചെയ്യേണ്ടതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹീൽ ചെയ്യേണ്ട ഒരു ആവശ്യകത എത്രത്തോളമാണ്? ഹീലിംഗ് എന്ന് പറയുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് നിന്ന് ആരാണ് പുറത്തേക്ക് വന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് അവിടെ ആരാണ് എത്രത്തോളം ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ആര് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ റിലേഷൻഷിപ്പ് നിന്ന് പുറത്തേക്ക് വരാൻ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഏത് കാരണം എത്രത്തോളം അവിടെ എഫക്റ്റഡ് ആയി എന്നുള്ളതും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള അവര് പുറത്തേക്ക് ഇറങ്ങിയതിനുള്ള ഒരു റീസൺ, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയതിൽ അവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതും അവരുടെ ഹീലിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യം. ഇൻ ടേംസ് ഓഫ് ഇനിയിപ്പോൾ ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി എന്തിലാണെന്നുണ്ടെങ്കിലും അവർ എത്രത്തോളം ഹീൽ ചെയ്യപ്പെടണം, അവർക്ക് എത്രത്തോളം അവയർനെസ് ഉണ്ട്, അവരെത്രത്തോളം അവിടെ കാര്യങ്ങളിൽ അവെയർ ആണ് എന്നുള്ളത് അവരുടെ ഹീലിങ്ങിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ഇതൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇവിടെ മേ ബി അവിടെ പുറത്ത് വന്ന് ആരാണോ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ആ സീക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേ ബി ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. സോ മേ ബി അവിടെ ചിലപ്പോൾ സെയിം പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അവിടെ എന്ത് ചെയ്യുന്നത് അവര് മേ ബി ഫോളോ ചെയ്ത് വരുന്നത്. സോ അത് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ചെയിൻ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അവരുടെ ഇനി അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാം. സോ അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ മേ ബി അവിടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിന് മാത്രമേ അവിടെ സാധിക്കുള്ളൂ. സോ എന്താണ് അതിൽ വരുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഹീലിംഗ് എന്നുള്ള പ്രോസസ്സ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിനൊരു വിഷമമുണ്ട്, ഒരു വേദനയുണ്ട്, അതൊന്ന് മാറുക എന്നുള്ളൊരു പ്രോസസ്സായിട്ടാണ്. ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ടേം വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഹീലിംഗ് എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ? ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ജേർണി എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഹീൽഡ് എന്നുള്ള ഒരു പൊസിഷൻ അധികവും നമുക്ക് എന്താ പറയുക എത്തിപ്പെടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു പൊസിഷൻ ആവും. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ജേർണി ഉണ്ട്. അവിടെ എന്തിൽ നിന്ന് ഞാൻ ഹീൽ ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെ ഞാനത് ചെയ്യുന്നു എന്നുള്ളതും എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ പേഴ്സൺ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്നെ ഒരാൾ ഒഴിവാക്കി പോവുകയാണ്, രണ്ട് കാര്യങ്ങളും ഉണ്ടാവാം. ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരാൾ എന്നെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഒഴിവാക്കിയിട്ടും പോവാം. ഈ രണ്ട് കാര്യങ്ങളിലും ആ വ്യക്തി എടുക്കേണ്ട മെത്തേഡ്സ് അല്ലെങ്കിൽ ആ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ, ആ സിറ്റുവേഷനിൽ അവരെന്താണോ ഗോ ത്രൂ ചെയ്തത് അത് ഡിഫറെൻ്റ് ആവും. അപ്പോൾ അവിടുത്തെ പെയിനും ഡിഫറെൻ്റ് ആവും, ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസും ഡിഫറെൻ്റ് ആവും. ഓക്കെ, അതിൻ്റെ ബേസിസിലും പ്ലസ് ഇയാളുടെ ഹിസ്റ്ററി, ഇയാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ആളുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആൻഡ് ഈ ഒരൊറ്റ റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അതിന് മുമ്പുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ അതും പ്ലസ് അവരുടെ മറ്റ് റിലേഷൻഷിപ്സും. ഈ എല്ലാ റിലേഷൻഷിപ്സിലും എന്തൊക്കെ പാറ്റേൺസ് സിമിലർ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതും ആൻഡ് അതിൽ എന്താണ് അവർക്ക് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ദ പേഴ്സൺ വുഡ് ഗെറ്റ് അട്രാക്റ്റഡ് ടു സംതിങ്. അപ്പുറത്തുള്ള ആളിൽ എന്തോ ഒരു കാര്യത്തിലാണ് അട്രാക്റ്റഡ് ആവുന്നത്, അതെന്താ എന്നുള്ളത് നോക്കുക. ആൻഡ് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ
എന്തുകൊണ്ട് ഞാൻ അവിടെ ഇത്രയും കാലം സ്റ്റേ ചെയ്തു. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ അവിടെ ഇത്രയും കാലം സ്റ്റേ ചെയ്തു, അത് പേഴ്സണൽ ഹീലിംഗ് ഞാൻ പറയും. ആ പേഴ്സൺ എന്തുകൊണ്ട് ഇത്രയും കാലം അവിടെ സ്റ്റേ ചെയ്തു, അതിനൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആൻഡ് റീസണിന്റെ ഒറിജിൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മറ്റത് ഇൻഫർമേഷൻ മാത്രമാണ്. ഇൻഫർമേഷൻ മാത്രം കിട്ടിയോണ്ടായില്ല. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എവിടുന്ന് വരുന്നു എന്നുള്ളതും അതിന്റെ റൂട്ട് എന്താന്നുള്ളതും അതിന്റെ ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റും കൂടി മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ തെറപ്യൂട്ടിക്കലി ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റും കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് അടുത്ത റിലേഷൻഷിപ്പ് പോണ സമയത്ത് അവിടെ ഈ പറഞ്ഞ പാറ്റേൺ ഒന്ന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അവെയർ ആവാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ റിലേഷൻഷിപ്പിലാണ് ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെയാണ് ഞാൻ ഓടുന്നത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവിടുന്ന് അത് പെട്ടെന്ന് വിഡ്രോ ചെയ്യണം. ആൻഡ് മേ ബി ലൈക്ക് അവെയർ അല്ലാത്ത ഒരാളെക്കാട്ടിലും കുറച്ചും കൂടി ക്വിക്കായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും, പക്ഷെ അവിടെ അതിന്റെ റൂട്ട് നോക്കാനും അല്ലെങ്കിൽ ആ കോസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ്ട് അതെന്നെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുള്ളത് അവിടുന്ന് പുറത്തേക്ക് വരാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാന്നുള്ളത് കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ഹീലിംഗ് പ്രോസസ്സിലേക്ക് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ലൈക്ക് ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ, ബീയിങ് അവയർനെസ് ആൻഡ് ദെൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലൈക്ക് ട്രൈയിങ് നോട്ട് ടു റിപ്പീറ്റ് ദ സെയിം ഫെമിലിയർ പാറ്റേൺ. അവിടെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആവാം, കാരണം സബ് കോൺഷ്യസ്ലിയും കൂടി അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആവാം, പക്ഷെ റിപ്പീറ്റഡ് ആവുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതിനും കൂടിയും ഈ പറഞ്ഞ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. തെറാപ്പിയുടെ വിവരങ്ങൾ സൈക്കോളജിസ്റ്റിനല്ലേ പുറത്തു പറയാൻ പറ്റാത്തുള്ളൂ, ക്ലയൻറ്റിന് പറയാലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തമ്മിൽ ഈ തെറാപ്പി സെഷൻ ഇരിക്കുന്ന സമയത്ത് മറ്റേ ആളെക്കുറിച്ചല്ല നമ്മൾ സംസാരിച്ചത്. ഐ മീൻ, ഞാൻ വന്നിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, അത് ഈവൻ പേരൻസിൻ്റെ അടക്കം, ഞാൻ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചു കേട്ട എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കേട്ട ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഉണ്ണിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത്? അപ്പം ഈ ഹീലിംഗ് ജേർണിയിൽ നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട പാറ്റേൺ, നമ്മൾ ഏത് റിലേഷൻഷിപ്പിൽ നിന്നാണോ ടോക്സിക് ആയിട്ടുള്ള ഏത് റിലേഷൻഷിപ്പാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആ റിലേഷൻഷിപ്പിൽ മറ്റേ വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ പാറ്റേണിനെ കുറിച്ചാണ്. അങ്ങനെയാണോ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പുറത്തുള്ള വ്യക്തി എന്നുള്ളതല്ല, അപ്പുറത്തുള്ള ആളിലെ എന്തൊക്കെ കാരണങ്ങളാണ് ഞാൻ അട്രാക്റ്റഡ് ആയത്, ആൻഡ് എന്തുകൊണ്ട് ഞാൻ അതിൽ അട്രാക്റ്റഡ് ആയത്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മാം പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കാനാണെങ്കിൽ, അവിടെ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഫാക്ടർ വരുന്ന സമയത്ത് നമ്മളോട് അവർ ആ റിലേഷൻഷിപ്പിൽ എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ നമ്മളോട് ആക്ട് ചെയ്തു എന്നുള്ളതും ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്തു എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെർസീവ് ചെയ്തത് മേ ബി അവരുടെ ആക്ഷനും നമ്മൾ പെർസീവ് ചെയ്ത കാര്യവും തമ്മിൽ അലൈൻഡ് അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതല്ല നമുക്ക് കിട്ടിയതും നമ്മൾ മനസ്സിലാക്കിയതുമെങ്കിലും അവിടെ മേ ബി ചിലപ്പോൾ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, നമ്മുടെ ഭാഗത്ത് നമ്മൾ പെർസീവ് ചെയ്ത രീതി ആയിരിക്കാം തെറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പുറത്തെ ആൾ എഫക്റ്റഡ് ആവാം. അപ്പുറത്തെ ആള് ചിലപ്പോൾ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാണ്ടാണ് ചിലപ്പോൾ നമുക്ക് തന്നത്, ബട്ട് നമുക്ക് അവിടെ എവിടേക്കോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല സിറ്റുവേഷൻസ് കാരണം കൊണ്ട് നമ്മൾ ഈ രീതിയിലേക്കാണ് എന്നുള്ളത്, അത് പെർസീവ് ചെയ്ത പോയിന്റിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ തെറപ്പിയിൽ വരുന്ന സമയത്ത് ക്ലയന്റിന്റെ മേ ബി ബാക്കിയുള്ള ലൈഫ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതൊന്ന് പ്രോബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കാരണം അവിടെയാണ് പ്രശ്നമെങ്കിലോ നമുക്കറിയില്ലല്ലോ. ഈ നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഫാക്ടർ പിടിച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഈ അറിയാണ്ട് വരുമ്പോൾ ആളുകൾ കണ്ടെത്തുന്ന ഈസി സൊല്യൂഷനാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റഗ്രാം നമുക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമായിരുന്നു പണ്ട്. ഇന്ന് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ കുറിച്ച്, എസ്പെഷ്യലി ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം നാസിസോ അല്ലെങ്കിൽ BPDയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടേമിൽ ചെന്ന് ലാൻഡ് ചെയ്യും. ആ ടേം വെച്ചിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ അസസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണല്ലോ, അപ്പം ഇയാളുടെ പ്രശ്നം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് നമ്മൾ ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്തേക്കാം. ശരിക്കും നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നതിനേക്കാൾ നമ്മൾ സോഷ്യൽ മീഡിയയെ റിലേ ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിനെയും കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അവിടെയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? യൂഷ്വലി ചില ക്ലയൻസ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ആൻഡ് ഇത് കാണിച്ചു തരും. ആ റീൽ അവർ കാണിച്ചു തരും, ചോദിക്കുക ഇതുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയും. അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് വാലിഡ് ആണ്. കാരണം ആ റീലിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ അവരുടെ ലൈഫിൽ അവർ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എവിടേക്കൊക്കെയോ റെസനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കാര്യം നമുക്ക് സെഷൻസിലേക്ക് എടുക്കാം.
ഓക്കെ. ആൻഡ് റീൽസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ഒരാൾക്ക് കിട്ടുന്ന എപ്പോഴും ഇൻഫർമേഷനാണ്. തെറപ്പിയും റീലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലിൽ നിന്ന് ഇൻഫർമേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. തെറപ്പിയിൽ അവിടെ ഇമോഷണൽ ആസ്പെക്ട് കൂടി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് ഒരു റീലിന് നമുക്ക് കിട്ടില്ല. ആൻഡ് റീലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടേക്കോ അതൊരു പ്രിമച്വർ ക്ലോഷർ ഉണ്ടാക്കും. അതായത് റീലിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി, യെസ്, ലൈക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, ഇതെനിക്ക് കംപ്ലീറ്റ്ലി റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നൗ ഐ നോ വൈ ഐ വാസ് സഫറിങ്, അല്ലെങ്കിൽ നൗ ഐ നോ വൈ ഐ വാസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് അവിടെ കട്ടാവുകയാണ്. ഓക്കെ, അതിൽ ഒരു ടെമ്പററി റിലീഫ് വരികയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള ആക്ഷൻ പോകുന്നില്ല. അവിടെ ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്തു എന്നുള്ള ഒരു പ്രോസസ്സിൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. അവിടുന്ന് അങ്ങോട്ടുള്ള പ്രോസസ്സാണ് ആക്ച്വലി ഹീലിങ്ങിൻ്റെ മേ ബി ലൈക്ക് സെക്കൻഡ് ഓർ തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ഇൻഫർമേഷൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ, അവർക്ക് അവിടെ ഒരു ടെമ്പററി റിലീഫ് മാത്രമേ വരുന്നുള്ളൂ. ആ ടെമ്പററി റിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത റീല് സെർച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാവും. കാരണം ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് റിലീഫ് കിട്ടുന്നുണ്ട്, എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇൻഫർമേഷനിൽ. പക്ഷേ തെറപ്പി അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത് അവിടെ ഇമോഷണൽ പ്രോസസ്സിങ്ങും കൂടി നടക്കണം. കാരണം ഇപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിൽ അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ അവിടെ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു റീസൺ കിട്ടിയതുകൊണ്ട് മാത്രം അവിടെ ആ പെയിൻ സബ്സൈഡ് ആവുന്നില്ല. അവർ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇമോഷൻസ് എന്ത് ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് രണ്ട് ഇമോഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ തോട്ട് പ്രോസസ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രണ്ടും ഒരേപോലെ തെറപ്പീൻ്റെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് തെറപ്യൂട്ടിക്കൽ ഹീലിംഗ്. മറ്റത് ഇൻഫർമേഷൻ കിട്ടുന്നത് വഴി ടെമ്പററി റിലീഫ് ഉണ്ടാവും, അവിടെ സ്റ്റോപ്പ് ആവും. ആൻഡ് ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ മാത്രമാവും പിന്നെ അടുത്ത റീൽ നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ അവിടെ ഒരാളുടെ നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു റീല് കണ്ടു, ഈ പറഞ്ഞ 10ൽ 5 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം എന്നുള്ള റീലാണെന്നുണ്ടെങ്കിൽ അതിൽ 2-3 നമുക്ക് ടിക്കായി വെച്ചു, ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ടിക്കായി വെച്ചു. അപ്പോൾ നമ്മളൊരു ക്ലിനിഷ്യൻ അല്ല, സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് പ്രോസസ് പോകും. ആക്ച്വലി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിക്ക് ഒരാളെ ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രോസസ്സിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ട് നടക്കേണ്ട കാര്യമാണ്. അതായത് അവിടെ ആദ്യം ക്ലയൻറ്റിനെ കാണണം, ക്ലയൻറ്റിൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയണം, നോൺ വെർബൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് കേസ് ഹിസ്റ്ററി എടുക്കണം. ഫുള്ളായിട്ട് ക്ലയൻറ്റിൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് വേണം. ആൻഡ് ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബിഹേവിയർ ടിക്കായി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കൊരു ഡയഗ്നോസിസ് കൊടുക്കാൻ പറ്റില്ല. അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതും പ്രൊജക്റ്റീവ് ആയിട്ടുള്ളതും അസസ്മെൻറ്റ്സ് പോകണം. ഓക്കെ, ആൻഡ് അതിനുശേഷം ഈ പറഞ്ഞ ഹിസ്റ്ററി ആയിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു പ്രോസസ്സിൽ കൂടെ ഗോ ത്രൂ ചെയ്യേണ്ട സാധനമാണ് ഈ പറഞ്ഞ റീലിൽ 5 സാധനം ഉണ്ട്, 9ൽ 5 ഉണ്ടെന്നുണ്ടെങ്കിൽ ചലോ ലൈക്ക് ഇന്ന ഡിസോർഡർ എന്നുള്ളതിലേക്ക് പോകുന്നുണ്ട്. വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയർ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതൊരു ഡിസോർഡർ ലെവലിലേക്ക് നമുക്ക് കയറ്റി വെക്കാൻ പറ്റില്ല. ആ ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർവാസീവ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു ഡിസോർഡർ ലെവലിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അത് എല്ലാ ഫങ്ഷനിങ് ഏരിയാസിലും ഉണ്ടാവണം, റിപ്പീറ്റഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാവണം. ആൻഡ് ബിഹേവിയറിൻ്റെ സിവിയറിറ്റി, ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, ഡ്യൂറേഷൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡയഗ്നോസിസ് കൊടുക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ആ ബിഹേവിയറിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഡയഗ്നോസിസ്ക്ക് പോകാൻ പാടില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ റിലേറ്റ് ചെയ്യാൻ ആളുകൾക്ക് പറ്റുന്നത് കൊണ്ട് അവർ വീണ്ടും സ്ക്രോൾ ചെയ്ത് ഈ കണ്ടന്റിൽ വരുമെന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം NPD തിരിച്ചറിയാൻ 5 വഴികൾ, ADHD ഉണ്ടോ 3 മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളിതിനൊരു അവയർനെസ് സൈഡിൽ നോക്കുമ്പോൾ ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ടോക്സിക് റിലേഷൻഷിപ്പ്, അതിലെ ടോക്സിസിറ്റി എലമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങേണ്ടതെങ്കിലും ഈ ടേംസ് വരുമ്പോൾ ഒരു തരത്തിൽ ആ അവയർനെസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ടേംസ് ചില സമയത്തെങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആളുകൾ മറ്റേ ആളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കോൺവെർസേഷനിലേക്ക് എടുത്തിടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇപ്പം ഇൻ്റർവ്യൂസിലാണെങ്കിലും അല്ലാതെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഈ ടേംസിനെ കാഷ്വലി ഉപയോഗിച്ച് തുടങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണ്? അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്, പക്ഷേ ഈ ടേംസിനെ കാഷ്വലി ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നുള്ളത് അതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച്? ഇപ്പൊ നമ്മൾ ഡ്രഗ്സ് എടുക്കാം. ഓക്കെ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മെഡിസിൻസ്. ഓക്കെ, സോ മെഡിസിൻസ് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ A കാറ്റഗറി ഉണ്ട്. സോ ഇപ്പൊ A കാറ്റഗറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ആ കാറ്റഗറി ഓഫ് മെഡിക്കേഷൻസ് നമുക്ക് കിട്ടൂല. എങ്കിൽ പോലും ആളുകൾക്ക് അവിടെ മൂഡിനൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൂഡിനൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നെക്സിറ്റോപ്ലസോ അല്ലെങ്കിൽ ക്യൂട്ടിപ്പിനോ കഴിക്കുക എന്നുള്ള രീതിയിലേക്ക്
അവർക്ക് അവയർനെസ് ഉണ്ട്. സോ ഈ അവയർനെസ് എന്നുള്ളത് കൊണ്ട് അവർ മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളതല്ല അവിടെ ചെയ്യേണ്ടത്. സോ അവിടെ അതിന് കാരണമായിട്ടുള്ള മേ ബി അവിടെ ആ ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ അവരുടെ മൂഡിനെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. അതെന്താന്ന് കണ്ടെത്തി അവിടെ മെഡിസിൻ വേണോ വേണ്ടേ എന്നുള്ളത് അവിടെ അത് തീരുമാനിക്കുന്നത് ഒരു പ്രൊഫഷണലാണ്. അതിന് ലൈസൻസ്ഡ് ആയിട്ടുള്ള, അതിന് രജിസ്ട്രേഷൻ ഉള്ള, എവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിന് മാത്രമേ ആ മെഡിക്കേഷൻസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇവിടെ ടേംസും, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലത്തെ ടേംസ് ആണെങ്കിലും അതെ. ഓക്കെ, സോ ഇത് ഇങ്ങനെയാന്നുള്ളത് ലേബൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലേബലിങ് അവിടെ പറ്റുന്നത് ആ സിറ്റുവേഷൻസിൽ ഒരു പ്രൊഫഷണലിന് മാത്രമാണ്. ബട്ട് നമുക്കറിയാം, നമ്മൾ അവെയർ ആണ്, ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പുറത്തെ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിലൊന്നും അതിൽ അവയർനെസ് ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ അവയർനെസ് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഒരു 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 പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി എൻ്റെ പേഴ്സണൽ മാത്രമായിരിക്കാം, ബട്ട് എനിക്കതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സൈക്കോളജിക്കൽ ടേംസ് ഇപ്പോൾ ക്ലയൻസ് ചിലപ്പോൾ വരുന്ന സമയത്ത് ദേ വുഡ് ബി അവെയർ, അവർ നന്നായി വായിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാവും വരുന്നുണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ആണെന്നുണ്ടെങ്കിലും അവരത് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അത് അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിപ്പോൾ നേരത്തെ ഉണ്ണി ചോദിച്ച പോലെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് അവിടെ അത് നമ്മുടെ പാർട്ട്ണർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അല്ല അവിടെ നടക്കുന്നത്, അക്യൂസേഷൻ അവിടെ നടക്കുന്നത്, അപ്പുറത്തുള്ള ആളെ ബ്ലെയിം ചെയ്യുക അവിടെ നടക്കുന്നത്. ഓക്കെ, അവിടെ പിന്നെ ആ ടോപ്പിക്ക് അവിടെ അതിന്റെ ബേസിസിലാണ് പോവുക. അതായത് ഇപ്പം നിനക്ക് VPD ഉണ്ടല്ലോ, നിന്റെ VPD ആണ് ട്രിഗർ ആവുന്നത്, അല്ലെങ്കിൽ നിന്റെ OCD ആണ് ട്രിഗർ ആവുന്നത്, അല്ലെങ്കിൽ നിന്റെ OCP ട്രീറ്റ്സ് ആണ് ഈ പറഞ്ഞ ട്രിഗർഡ് ആവണമെന്ന് പറയുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ളതിന് മാറിയിട്ട് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു അക്യൂസേഷൻ എന്നുള്ള രീതിയിലേക്കാണ്. ഇത് കൈൻഡ് ഓഫ് ലൈക്ക് 2 സ്കോർ ബോർഡ് വെച്ചിട്ട് ഓക്കെ എനിക്ക് ഇത്ര പോയിന്റ്, നിനക്ക് അത്ര പോയിന്റ്, ഞാൻ ഇത്ര പോയിന്റ് പറഞ്ഞു, നിനക്ക് അത്ര പോയിന്റ് ഉണ്ട്. അത് അവിടെ ആ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും അഗെയിൻസ്റ്റ് ആവും. റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ പറയുമ്പോൾ പ്രോബ്ലം ഇപ്പുറത്തും ടീമായിട്ട് 2 പാർട്ട്നേഴ്സ് ഇപ്പുറത്തും എന്നുള്ള രീതിയിലേക്ക് നിൽക്കാൻ ഇനീഷ്യലി ചിലപ്പോൾ ഇനീഷ്യൽ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ പറ്റില്ലെങ്കിൽ പോലും ആ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ് ഒന്ന് ഇമോഷണലി ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷം അവർക്കത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞ ലേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും കുറച്ചും കൂടിയും പെത്തോളജൈസിങ് ആവുള്ളൂ. ആൻഡ് ആ റിലേഷൻഷിപ്പിന് അത് കുറച്ചും കൂടിയും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയുള്ളൂ. കാരണം അത് ലേബിൾഡ് ആവുന്ന സമയത്ത് അതിപ്പോൾ ആരാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ലേബിൾഡ് ആവുന്ന സമയത്ത് അത് ഹർട്ടിങ് തന്നെയാണ്. അപ്പോൾ അവയർനെസ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ ഇങ്ങനത്തെ ടേംസ് മനസ്സിലാക്കിയാലും അത് എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അതിനുള്ള അവയർനെസ് ആണ് വേണ്ടത്. ആ അവയർനെസ് ഇല്ലാതെ ടേംസിനെ കുറിച്ച് മാത്രം അവയർനെസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് കോൺഫ്ലിക്റ്റുകളിൽ എടുത്തിടുമ്പോൾ അതിൻ്റെ ലെവൽ മാറും. അത് ബാക്കിയുള്ളവരെങ്ങനെ എഫക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും പ്രോസസ്സ് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ അത്രയും പ്രോസസ്സിൽ കൂടെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡയഗ്നോസ്റ്റിക് ലേബൽ അല്ലെങ്കിൽ ആ ഡയഗ്നോസിസ് അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് അത് കൊടുക്കാൻ റൈറ്റ് ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ മാത്രം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണത്. നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്തും ഒരു സെഷന് വരുന്ന സമയത്ത് ഞാൻ ട്രേറ്റ്സ് എല്ലാം നോക്കി, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഇന്ന ട്രേറ്റ് ആണ്, അതാണ് ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നം എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ നിങ്ങളൊരു പക്ഷെ പറയുന്നുണ്ടാവുക നിങ്ങളിൽ ആദ്യം, അതായത് ആ കാര്യവും പറഞ്ഞു വരുന്ന ആളിൽ ആദ്യം വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. പല ആൾക്കാരും അത് എടുക്കില്ല. കാരണം ഞാൻ എന്തിനാണ് ശരിയാക്കുന്നത്, അയാളുടെ ഭാഗത്തല്ലേ പ്രശ്നം, അപ്പം ഞാൻ എന്തിനാണ് നന്നാവുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലയൻസിനെ നമ്മൾ ശരിക്കും അത് പറയുന്നത് അവർ സ്വയം തിരുത്തിയാൽ നാളെ അവർ അത്തരം ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ നിങ്ങൾ എങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ അതെങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുക? നമ്മുടെ ക്ലിനിക്കിലേക്ക് ഒരു ക്ലയൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഒരു സിറ്റുവേഷനാണ്, സിനാരിയാണ് അവിടെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അവരപ്പുറത്തുള്ള അവരുടെ ആ റിലേഷൻഷിപ്പിൽ ഒരു ഗോ ത്രൂ ചെയ്തത് എന്താ എന്നുള്ളതും കൂടിയാണ്. ക്ലയൻറ്റ് വരുമ്പോൾ അത്രയും ഇമോഷണൽ ആയിട്ടാവും വരുന്നുണ്ടാവും. ഒരാൾ തെറപ്പി എടുക്കാൻ റെഡി ആവുന്നു എന്നുള്ള സിറ്റുവേഷൻ പറയുമ്പോൾ അത് എവിടേക്കൊക്കെയോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അധികം ആൾക്കാർ എന്നെ കൊണ്ട് പറ്റാത്തപ്പോൾ മാത്രമാണ് തെറപ്പിക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ വരുന്ന ക്ലയൻറ്റ് ആ ഒരു സ്റ്റേറ്റിലാവും അധികവും വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യം അവരുടെ ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ 2-3 സെഷൻ കംപ്ലീറ്റ്ലി വെന്റ് ചെയ്യാൻ സമ്മതിക്കുക. അവിടെ നമ്മൾ കറക്ഷൻസിന് നിൽക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം ആ ക്ലയൻറ്റിനെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യും. അവർ പറയുന്ന കണ്ടന്റ് അല്ല, അവരുടെ ഇമോഷൻസിനെയാണ് അവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. ആ ഇമോഷൻസ് വാലിഡാണ്.
അപ്പുറത്തുള്ള ആൾ അബ്യൂസീവ് ആണെങ്കിലും അല്ലെങ്കിലും അവർക്കതാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇമോഷൻസിനാണ് നമ്മൾ ആദ്യം വാലിഡേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അത് കഴിഞ്ഞ് ആ ഇമോഷണൽ പെയിനൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞ് വന്ന് തുടങ്ങിയ തെറപ്പിസ്റ്റുമായിട്ട് നല്ലൊരു റാപ്പോ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഹീലിംഗ് എന്നുള്ള വർക്കിംഗ് പ്രോസസ്സിലേക്ക് കയറുന്നതാവും നല്ലത് എപ്പോഴും. അതല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് ഇൻവാലിഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ആള് വരുന്നത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഗോ ത്രൂ ചെയ്തു എന്നുള്ള ഒരു പെർസെപ്ഷനിലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻ വാലിഡ് ആണ്. അവിടെ അതിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. അതായത് വേറെ എവിടെ പറയാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കൃത്യമായിട്ട് ഹൃദയത്തോ അല്ലെങ്കിൽ അഖിലടുത്തോ പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു ട്രസ്റ്റും ക്ലയൻറ്റിൻ്റെ കൂടെ ആദ്യം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പാണ് ആദ്യം ബിൽഡായി വരേണ്ടത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് ഉള്ള ലൈക്ക് അപ്പുറത്തുള്ള ആളുടെ സൈഡിൽ നിന്നുള്ള എന്തൊക്കെയെന്നുള്ളതും ഇവിടെ നിന്നുള്ള സൈഡിൽ നിന്ന് എന്തൊക്കെയെന്നുള്ളതും. പക്ഷെ അവിടെ സ്വയം അതിൽ വർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഉണ്ണി ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ബേസിസിൽ സ്വയം അതിൽ വർക്ക് ചെയ്യാൻ റെഡി ആവുന്നില്ല, എൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പുറത്തെ സൈഡിൽ മാത്രമാണ് പ്രശ്നം എന്ന് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫെൻസീവ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് ആ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റായ്മ എന്തുകൊണ്ട് എന്നുള്ള രീതിയിലേക്കാണ്. അതായത് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു തെറപ്പിസ്റ്റ് പറയില്ല. ഓക്കെ, അപ്പോൾ അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് ലൈക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനൊരു ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഞാനിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സെഷൻസിൽ. അതായത് ഇങ്ങനൊരു കാര്യം പറയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് എവിടെയോ ഒരു ആളെ കറക്റ്റ് ചെയ്യുമ്പോൾ ആ കറക്ഷൻ ആൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ റിജക്ഷൻ ആയിട്ടാവും എടുക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ക്രിറ്റിസിസം ആയിട്ടാവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ക്ലയൻറ്റിൻ്റെ പെർസെപ്ഷനിൽ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കാണുക എന്നുള്ളതാണ്. ആൻഡ് മാം പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല, ബട്ട് നമ്മൾ മൈൻഡ് പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സിറ്റുവേഷൻസിൽ ആദ്യം നമ്മൾ ആ റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സോ അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു മേ ബി ഒരു ഇനീഷ്യൽ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ആയിട്ട് അവിടെ മേ ബി തെറപ്പിസ്റ്റിന് അങ്ങനെ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അസസ്മെന്റ്സിന് ഇടും. സോ അസസ്മെന്റ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റോ അങ്ങനെ ടെസ്റ്റുകളുണ്ട്. അതായത് വാലിഡിറ്റി ഉള്ള റിലയബിലിറ്റി ഉള്ള ടെസ്റ്റുകളുണ്ട്. ഈ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ ഒരുപാട് പേരിൽ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ ഇതിന്റെ സ്കോറിംഗ് ഒക്കെ വരുന്നത് കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളതൊക്കെ ഏതാണോ ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ വാലിഡ് ആക്കിയിട്ടുള്ള നല്ല ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇത് പ്രോപ്പർ ടെസ്റ്റ്, ജെന്വിൻ ടെസ്റ്റുകൾ. സോ ഈ ടെസ്റ്റുകൾക്ക് നമ്മൾ ആദ്യം ക്ലയന്റിനെ നമ്മൾ വിധേയമാക്കും. അതിനുശേഷം ആ റിപ്പോർട്ട് ബേസിസിലായിരിക്കും പിന്നെ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ കയ്യിൽ അവരുടെ എന്താണോ ആ റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് അവർക്കും കാണാം. ആൻഡ് ആ റിപ്പോർട്ട് ബേസിസിലായിരിക്കും അവർക്ക് ഇന്ന പേഴ്സണാലിറ്റി ആണെന്നോ ഇനി ഇൻ ടേംസ് ഓഫ് എനിത്തിങ്, അതായത് അവിടെ പാൻസൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഒരു റിപ്പോർട്ട് ബേസിസിലായിരിക്കും നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മൈൻഡ് പോച്ചിൽ. ബട്ട് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ബട്ട് ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സോ ആ പ്രോട്ടോകോൾ നമ്മൾ പാലിക്കണം എന്നുള്ളതാണല്ലോ. സോ എന്നാൽ മാത്രമല്ലേ നമ്മുടെ കയ്യിൽ തെളിവുള്ളൂ. നമ്മൾ ഇന്നത് പറയുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ലേബിൾ ചെയ്യാണ്. സോ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഞങ്ങളെ ലേബിൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും അതിൻ്റെ എവിഡൻസ് വേണ്ടേ? എൻ്റെ അവിടെ ക്ലയൻറ്റിന് ഈ പറഞ്ഞ ടെസ്റ്റോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് റിപ്പോർട്ട്സ് വെച്ചിട്ട് നമ്മളവിടെ ലേബൽ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. അവിടെ ഡയഗ്നോസിസ് എന്നുള്ള രീതിക്ക് ഇതാണ് വരുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ കൂടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള കാര്യം കൂടിയാണ് ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റിനെ ഇരുത്തി അവരുടെ കൂടെ ചെയ്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിൻ്റെ ബേസിൽ ഇങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് ക്ലയൻറ്റിനെ കൊണ്ട് തന്നെ ഇരുത്തി ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ആ തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വരുമ്പോൾ തന്നെ ആ ഡിഫെൻസീവ് കുറേയൊക്കെ കുറഞ്ഞു വരും. എന്നിട്ടും എൻ്റെ സൈഡിൽ ഒരു പ്രശ്നവും ഇല്ല, ലൈക്ക് എല്ലാം അപ്പുറത്തുള്ള ആളുടെ സൈഡിൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മേ ബി ലൈക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും. ലൈക്ക് തെറപ്പി എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള കുറച്ച് എന്താ പറയുക വർക്കിംഗ് അപ്പോൺ യുവർ ഓൺ സെൽഫ് എന്നുള്ളതും കൂടി ഉണ്ട് എന്നുള്ളത് പറയാം. ആൻഡ് മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മളുടേതായിട്ടുള്ള സൈഡിലേക്കുള്ള ഒരു തെറ്റും കാണാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്ന എന്തോ ഒരു സാധനമാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും ക്ലയൻറ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്യാന്നുള്ളതല്ല, ക്ലയൻറ്റ് എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ആ ക്ലയൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ക്ലയൻറ്റിന് അത്രയും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് ആ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാം. rather than forcing the client to like accept that particular label, അവിടെ അവർക്ക് ഡിഫിക്കൽട്ടി വരുന്നുണ്ടെങ്കിൽ ആ ഡിഫിക്കൽട്ടിയിൽ ഫോക്കസ് ചെയ്യാം. എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. ആൻഡ് അത് ചൈൽഡ്ഹുഡിൽ എവിടെ നിന്നാണ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ്
ഇവിടേക്ക് റിഫ്ലക്റ്റ് ആവുന്ന എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹീലിംഗ് എഫക്റ്റീവ് ആവും. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ടേം എന്ന് പറയുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ആദ്യമേ ലേബലാണ് നാർസിസ്റ്റിക് അബ്യൂസിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ശരിക്കും ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പും നാർസിസ്റ്റിക് അബ്യൂസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? എല്ലാ ടോക്സിക് റിലേഷൻഷിപ്പും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ നാർസിസ്റ്റിക് അബ്യൂസോ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യങ്ങളും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നാർസിസ്റ്റിക് അബ്യൂസ് എന്നുള്ള സമയത്ത് അതിൽ വരുന്ന മേ ബി എന്തൊക്കെയാണോ അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഇപ്പൊ നാർസിസ്റ്റിക് എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണാലിറ്റി ആയി. സോ എഗെയിൻ അവിടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അത് എത്ര കൺസിസ്റ്റൻസിയിൽ എത്ര നാൾ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ മേ ബി ആരാണോ മേ ബി അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അതായത് ക്ലയന്റിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവിടെ ആ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം അവിടെ അതിന്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ആളും കൂടെ നമ്മുടെ ആ ഒരു സെഷൻസിലേക്ക് കോപ്പറേറ്റ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് ഒരിക്കലും അപ്പുറത്തെ ആള് നാർസിസ്റ്റിക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ ആള് ബോർഡർ ലൈനോ അപ്പുറത്തെ ആള് ബൈപ്പോളറോ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പാടില്ല. സോ എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തെ ആളെ ഏത് രീതിയിലേക്ക് അഫക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത് അവരുടെ ലൈഫിനെ തന്നെ റൂയിൻ ചെയ്യല്ലേ. അതിപ്പോ ഇൻ ടേംസ് ഓഫ് എവറിത്തിങ്, അതായത് അവർക്ക് ഇനി ഒരു സോഷ്യലോ അതല്ലെങ്കിൽ പേഴ്സണലോ ആയിട്ടുള്ള ലൈഫിൽ എല്ലാ രീതിയിലേക്കും അവർ എഫക്ട് ചെയ്യണം. ആൻഡ് ഇതെല്ലാം ആഫ്റ്റർ ഓൾ ഇതെല്ലാം ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടിയാണ്. ആരും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആരും പറയുന്നില്ല. എല്ലാം ബുദ്ധിമുട്ടാണ്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പം നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലുകളൊക്കെ എടുത്ത് നോക്കിയാലും അവർ പറയുന്നൊരു മെയിൻ സംഭവം കൺട്രോളാണ്. കൺട്രോൾ ഓവർ ദി അതർ പേഴ്സൺ. ഇതാണ് അതിനകത്തൊരു കാര്യം വരിക. അതിൽ ഇപ്പം വിക്റ്റിം ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ സർവൈവർ ആയിട്ടുള്ള ആൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കൺട്രോളിലായിപ്പോയി, അല്ലെങ്കിൽ ആ കൺട്രോളിലേക്ക് ഞാൻ പോലും അറിയാതെ വന്ന് പെടുകയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ റിലേഷൻഷിപ്പിലെ കൺട്രോളിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ കൺട്രോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആസ് സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? റിലേഷൻഷിപ്സിൽ ഈ പറഞ്ഞ കൺട്രോളിങ് എന്നുള്ള ഒരു പാറ്റേൺ കണ്ടുവരാറുണ്ട്. അതിലൊരു പാർട്ട്ണർ ചിലപ്പോൾ കൺട്രോളിങ് ആവും. ആൻഡ് ഈ കൺട്രോളിങ് എന്നുള്ള സംഭവം ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടായിക്കൊള്ളും എന്നുള്ളത് നിർബന്ധമില്ല. കൺട്രോൾ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും വരാം. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളിലും ഈ പറഞ്ഞ കൺട്രോളിങ് കാര്യം വരാം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളിലും ഈ പറഞ്ഞ കൺട്രോളിങ് വരാം. പക്ഷെ ഇതിന്റെയൊക്കെ കൺട്രോളിന്റെ കളർ വേറെ ആവും. അത് റിഫ്ലക്റ്റഡ് ആയി വരുന്ന രീതി വേറെ ആവും. ഇപ്പൊ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കൺട്രോളിങ് എന്നുള്ളത് ബേസിക്കലി അവർ യൂസ് ചെയ്യുന്നത് ആരാണോ ആ പറഞ്ഞ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ഒരാള്, ആ പറഞ്ഞ ട്രേറ്റ് ഉള്ള ഒരാൾക്ക് അയാൾ വിചാരിക്കുന്ന ഒരു സെൽഫ് ഇമേജ് ഉണ്ടാവും. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കാവണം ബാക്കി എല്ലാ കാര്യങ്ങളും. അയാളുടെ ഇമേജ് അയാൾ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതേ ഇമേജ് തന്നെ മറ്റൊരാളും പ്രൊജക്റ്റ് ചെയ്യിക്കണം എന്നുള്ള രീതിയിലേക്ക് അയാളുടെ സെൽഫ് എസ്റ്റീമാണ് അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത്. OCPD, അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ സിറ്റുവേഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഗ്ലാസ് അത് അങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, കാരണം ഇതാണല്ലോ റൈറ്റ്. ഓക്കെ, ബുക്സ് ഒക്കെ ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം പ്രോപ്പറാണ്, അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ചെയ്തുകൂടെ? അവിടെയും കൺട്രോൾ തന്നെ വരണം. പക്ഷെ അവിടെ കൺട്രോളിന്റെ കളർ മാറി. ഓക്കെ, ഓൺലൈൻ പേഴ്സണാലിറ്റിയിലുള്ള ഒരു ഡിസോർഡറിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യും. അതായത് ലൈക്ക് ഈ പറഞ്ഞ ട്രേറ്റുള്ള ഒരാൾക്ക് അപ്പുറത്തുള്ള ആളെന്നെ വിട്ടുപോവോ എന്നുള്ള പേടിയാവും. അപ്പൊ ആ പേടിയുള്ളത് കാരണം നീ ബാക്കിയുള്ളവരോടും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്നെ തന്നെ സംസാരിക്കുക, നിനക്ക് എന്താ ഞാൻ വിളിക്കുമ്പോൾ അപ്പൊ തന്നെ എടുത്താൽ ആ രീതിയിലേക്കുള്ള ഒരു കൺട്രോൾ ആവും അധികവും വരുന്നുണ്ടാവും. അപ്പൊ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനും ഈ പറഞ്ഞ കൺട്രോൾ ഉണ്ടാവാം. ആൻഡ് ഇത് ഈ കൺട്രോൾ എന്നുള്ള ഒറ്റ ബിഹേവിയർ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ഒരാൾക്ക് ഇന്ന ട്രേറ്റ്സ് ആണ് എന്നുള്ളത് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആൻഡ് മാത്രമല്ല അവിടെ ആ കൺട്രോൾ സെർവ് ചെയ്യുന്നൊരു ഫങ്ഷൻ ഉണ്ടാവും. ആ ഫങ്ഷൻ എന്താന്നുള്ളതൊക്കെ നമ്മൾ തെറപ്പിയിലാണ് അനലൈസ് ചെയ്യുക. അത് ഈ ഒറ്റ സെഷനിലൊന്നും നടക്കില്ല. അത് അത്യാവശ്യം ഒരു നമ്പർ ഓഫ് സെഷൻസിൽ കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്താന്നുള്ളത് എടുക്കുക. ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഉണ്ടാവാം, ഡിസോർഡറും ഉണ്ടാവാം. ഇത് രണ്ടും രണ്ടാണ്. ആ കൺട്രോൾ എന്നുള്ളത് അത് കൺട്രോൾ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അവിടെ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് രണ്ട് രീതിയിലേക്കാവാം. അതായത് ഒന്ന്, ഇപ്പോൾ ക്ലയന്റ് ആരാണോ വന്നേക്കുന്നത്, ആരാണോ നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്
ഇവിടെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഓൾറെഡി കൺട്രോളിങ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തൊരു കാര്യവും മേ ബി ഇനീഷ്യലി അതിപ്പോ ഫസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ പോലും അത് കൺട്രോൾ ആയിട്ട് തോന്നാം. ഇതേപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അവിടെ ആ കൺട്രോൾ എന്നുള്ളത് അവരുടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആവാം. അതായത് ഒന്നും എൻ്റെ അടുത്തേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. സോ കൺട്രോൾ എന്നുള്ളത് പല അർത്ഥത്തിലും വരാം, പലതും ആവാം റീസൺ. ഞാൻ ഈ പറഞ്ഞത് 2 മാത്രമാണ്. സോ എന്താണ് അവിടെ ഡെഫിനിഷൻ ഓഫ് കൺട്രോൾ എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ കേസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ മേ ബി ക്ലയന്റ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ട്രേറ്റ്സ്. ഇതൊക്കെ ഡിഫറെന്റ് ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് എഗെയിൻ ലൈക്ക് ഒരു തെറപ്പിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ ഒരു തെറപ്പിസ്റ്റ് അവരുടെ ലൈഫിലൂടെ പല സെഷൻസ് ഗോ ത്രൂ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാ കൺട്രോളിനും ഒരേ ഡെഫിനിഷൻ അല്ല. അതുകൊണ്ടാണ് ഹീലിംഗ് എപ്പോഴും ഇൻഡിവിജ്വൽ ജേർണി ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഒരേ കൺട്രോൾ ഫംഗ്ഷൻ സെർവ് ചെയ്യുന്ന 2 ഇൻഡിവിജ്വൽസ് ആണ് തെറപ്പിക്ക് വരുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും പറയാനുള്ള സ്റ്റോറീസ് ഡിഫറെന്റ് ആവും. പക്ഷെ സിമിലർ ഫാക്ടേഴ്സ് സെയിം ആവും. ബട്ട് സ്റ്റിൽ അവിടെ ഇൻഡിവിജ്വൽ സെഷൻസിന്റെ നീഡ് വരുന്നത് അതുകൊണ്ടാണ്. സപ്പോസ് ഈ കൺട്രോൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഐ മീൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വഴങ്ങി കൊടുക്കുന്നതിലും നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അയാൾ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നമ്മൾ എന്തുകൊണ്ട് കൺട്രോൾഡ് ആവുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഉണ്ടാവുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ്. അതായത് അപ്പുറത്തുള്ള ആള് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നോക്കേണ്ട കാര്യമാണ്. ആൻഡ് എന്തുകൊണ്ട് ഞാൻ കൺട്രോൾഡ് ആവുന്നു. അപ്പം അവിടെ ആ കൺട്രോൾ എന്നുള്ളത് ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിനോട് ഞാൻ യെസ് പറഞ്ഞ് മുമ്പിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ പാർട്സ് ഓഫ് സെൽഫിനെ ഞാൻ സബ്സൈഡ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ കൺട്രോളിനോട് യെസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യെസ്സിനും ഒരു ഫംഗ്ഷൻ ഉണ്ടാവാം. ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഓൾസോ വുഡ് ബി ഡിഫറെൻറ്റ്. അധികം ചിലപ്പോൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാവാം. അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാർ യെസ് പറയാൻ ചാൻസ് ഉണ്ട്. അസർട്ടീവ്നെസ് കുറവുള്ള ആൾക്കാർ യെസ് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യെസ് പറയുന്ന ഒരാൾക്കും ഈ പറഞ്ഞ ട്രേറ്റ്സ് ഉണ്ട്. അവിടെ നോ പറയാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ആൻഡ് എവിടേക്കോ ഞാൻ എന്നിലുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ് അവിടെ റിഫ്ലക്റ്റഡ് ആവുന്നത്. അപ്പുറത്തെ ഒരാൾ പറയുമ്പോഴേക്കും ഓക്കെ ലൈക്ക് ഇതാണ് ശരി എന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്നാൽ അതല്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ യെസ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യേണ്ട നീഡുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർ വേർഡ് ഓഫ് ദി സീസൺ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടുന്ന ആ കാര്യം NPD അല്ലെങ്കിൽ നാർസിസം എന്ന് പറയുന്നത്, അത് നമ്മൾ ഒരാളുടെ മേലിൽ ആരോപിക്കുമ്പോഴുള്ളൊരു പ്രശ്നം. ആൻഡ് വാട്ട് ആക്ച്വലി ഈസ് NPD എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതെന്ന് പൂർണ്ണമായ ബോധ്യത്തിലാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അവെയർനെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആൻഡ് ഡിസോർഡർ? പറ്റുന്ന അത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റിയാൽ എന്തായിരിക്കും? നാർസിസിസം എന്നുള്ള വേർഡിന്റെ മീനിങ് സെൽഫ് ലവ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള നാർസിസിസം എന്ന് പറയുമ്പോഴേക്കും അത് എവിടെയോലേക്ക് ഒരു ഭയങ്കര നെഗറ്റീവ് വേർഡ് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. സെൽഫ് ലവ് എന്നുള്ളത് നീഡഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതില്ലാത്തതും ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്തും എക്സസീവ് ആകുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. ആൻഡ് ഇത് നേരത്തെ പറഞ്ഞ റീലിലെ ചെക്ക് ലിസ്റ്റ് പോലെ ബിഹേവിയർ ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ലൈക്ക് അപ്പം NPD ഉണ്ട് എന്നുള്ളതിലേക്കല്ല. ഇതൊരു സ്പെക്ട്രമാണ്. ഇന്റൻസിറ്റി ഓഫ് ദ ബിഹേവിയർ, ഡ്യൂറേഷൻ ഓഫ് ദ ബിഹേവിയർ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം അതിന്റെ ബേസിസിലാണ് നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്നുള്ളതാണ്. ഓക്കെ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു പേഴ്സണാലിറ്റി ഓർഗനൈസേഷനിലേക്ക് എത്തുകയാണ്. അവിടെ പെർസിസ്റ്റന്റ് ആവാം, പെർവാസീവ് ആവാം. ആൻഡ് എത്രമാത്രം ഈ പറഞ്ഞ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഏത് ലെവലിലാണ് ഈ പറഞ്ഞ ബിഹേവിയർ വരുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കണം. ആൻഡ് ഇത് ഒരാളുടെ ഫങ്ഷനിങ്ങിനെ അത്രയും രീതിക്ക് എഫക്റ്റഡ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും ഇത് റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്, ലോങ് ടേം ആയിട്ട് കാണുന്നുണ്ട്, പെർസിസ്റ്റന്റ് ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിതിനെ ഒരു തെറപ്പിസ്റ്റ് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അതന്നെ ആ ഡയഗ്നോസിസ് നമ്മൾ ആദ്യം പ്രൊഫഷണലാക്കി വെക്കുന്നതാവും ആദ്യം എപ്പോഴും നല്ലത്. കാരണം നമുക്ക് ഇനഫ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഡയഗ്നോസിസ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ അതുവരെ കുറയിട്ട് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നുള്ളതിലേക്ക് വെക്കുന്നതാവും ഏറ്റവും നല്ലത്. ഒരു ചെറിയ കാര്യം കൂടി, ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ സൈക്കോളജിസ്റ്റിനെ കുറിച്ച്, നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. പലരുടെയും ഒരു പ്രശ്നം, അവർ ചിലപ്പം തെറാപ്പി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അറ്റൻഡ് ചെയ്ത് ഇതിനോടുള്ള എല്ലാ വിശ്വാസവും പോയിട്ട്, കാരണം ചിലർ ഭയങ്കര ജഡ്ജ്മെൻറ്റിലാണ്. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് അവർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങും. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാൻ റെഡി ആയിട്ട് പോകാന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ എത്തും. വേറെ പല കാരണങ്ങളും ഉണ്ട്. ഇപ്പം
നമ്മൾ എങ്ങനെയാണ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊരു നോ പറയുക എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുന്ന തെറാപ്പിസ്റ്റിന്, ഇപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ആൾക്കാരോടും ഞങ്ങൾ ആദ്യമേ നമ്പർ കൊടുക്കുന്നതിൻ്റെ കൂടെ പറയുന്ന ഒരു കാര്യം, സംസാരിച്ച് നോക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയാവാം, ശരിയാവാതിരിക്കാം. ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ തെറാപ്പിസ്റ്റുമായിട്ടും എല്ലാ ക്ലയൻറ്റിനും പറ്റിയെന്ന് വരില്ല. അത് നിങ്ങൾ ട്രൈ ചെയ്യോ, അതൊരിക്കലും വർക്കായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ കൊടുക്കാറുള്ള ഒരു കാര്യം. അതെന്നെ വീണ്ടും പറയുന്നു. അപ്പം നിങ്ങളുടെ അടുത്തൊരു തെറാപ്പിക്ക് വരുന്ന ഒരാൾ വർക്കായില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊരു ഗുണവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുക? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് പിന്നീട് എന്താണ് നമുക്ക് പറയാനുള്ളത്, കൊടുക്കാനുള്ളത്? എല്ലാവർക്കും എല്ലാ തെറപ്പിസ്റ്റും വർക്ക് ആവണം നിർബന്ധമില്ല. ഒരാൾക്ക് ഒരു തെറപ്പിസ്റ്റ് വർക്ക് ആയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു തെറപ്പിസ്റ്റും മോശമല്ല. അത് വർക്ക് ആവാണ്ടിരിക്കാൻ പല കാരണങ്ങളുണ്ടാവാം. സോ ഇത് എങ്ങനെ ഈ തെറപ്പിസ്റ്റിനോട് അപ്പുറത്തെ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവിടെ ആ തെറപ്പിസ്റ്റിന് മേ ബി അവിടെ അവയർനെസ് ഉണ്ടെങ്കിൽ അവിടെ തെറപ്പിസ്റ്റിന് അവിടെ എന്ത് ചെയ്യാം, വേറെ തെറപ്പിസ്റ്റുകൾക്ക് റെഫർ ചെയ്യാം. സോ എല്ലാ മോഡാലിറ്റീസും എല്ലാ ആളുകൾക്കും അവിടെ സ്യൂട്ട് ആവണം നിർബന്ധമില്ല. സോ നമ്മൾ ഡൈനാമിക് അപ്രോച്ചാണ് നമ്മൾ കുറച്ചും കൂടെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് പോട്ട്സിൽ. സോ ഇവിടെ ഇത് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ അവിടെ ഓക്കെ, ഈ മൊഡാലിറ്റിയാണ് വർക്ക് ആവാത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ സിങ്ക് വരാത്തത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, വേറെ തെറപ്പിസ്റ്റിന് അത് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു ആൻഡ് നമുക്ക് അവിടെ പനി മാറിയില്ല, അതുകൊണ്ട് ആ ഡോക്ടർ മോശമാവില്ലല്ലോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എഗെയിൻ അവിടെ ക്വാളിറ്റി ഓഫ് തെറപ്പിസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സംഭവമുണ്ട്. സോ എല്ലാ തെറപ്പിസ്റ്റുകളും അവര് ക്വാളിഫൈഡ് ആണോ, എഗെയിൻ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതൊക്കെ അറിയാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ആ ഒരു തെറപ്പി എടുക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ട്. മേ ബി ഇനീഷ്യലി ഫസ്റ്റ് സെഷനിൽ മേ ബി തെറപ്പിസ്റ്റിനോട് ചോദിക്കാം, ആൻഡ് അവർ അവിടെ കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, അവർക്ക് സൂപ്പർവിഷൻ കിട്ടുന്നുണ്ടോ, അവർ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ മാത്രം പോയാൽ മതി. എഗെയിൻ അവിടെ തെറപ്പിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മേ ബി ചിലപ്പോൾ ഈ രീതിയിലേക്കുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവിടെ അനുഭവിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള കുറെ കേസുകളുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. ബട്ട് അവിടെ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇനി തെറപ്പിയേ എടുക്കില്ല എന്ന് പറയുന്നത് അത് എവിടേക്കോ നമ്മൾ അവിടെ ജനറലൈസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, എല്ലാ തെറപ്പിസ്റ്റും അങ്ങനെയാണ്. സോ അങ്ങനെ ചെയ്യുന്നത് ക്ലയന്റിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. സോ അത് മനസ്സിലാക്കി അത് ജനറലൈസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല. ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിച്ചു, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വർക്ക് ആയില്ല, നമുക്ക് ഇനി റിലേഷൻഷിപ്പേ വർക്ക് ആവില്ല, എങ്ങനെ നമുക്ക് അങ്ങനെ ജനറലൈസേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ഇതേപോലെ തന്നെ എന്ത് കാര്യങ്ങളിലും നമ്മൾ ഒരു കാര്യം മാത്രം വെച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളെയും ജനറലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ തെറപ്പിസ്റ്റിന്റെ കേസിലും നടക്കുന്നത്. ഇപ്പൊ ഒരു ക്ലയന്റ് വന്നിട്ട് നമ്മളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസും കൂടി ആ ക്ലയന്റിന് ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ അത് സെഷൻസിന്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ നമ്മളത് പറയാറുണ്ട്. ലൈക്ക് ഇപ്പോൾ സെഷൻസ് എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഇവിടെ പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവിടെയും അത് പറഞ്ഞു കഴിഞ്ഞാലും അവരെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ രണ്ട് രീതിയിലേക്ക് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഒന്ന് ആ സ്പേസ് അവർ യൂസ് ചെയ്തു എന്നുള്ളത്, അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അവിടെ ക്ലയന്റിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്ടറാണ്. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് എനിക്ക് ഈ പറഞ്ഞ സെഷൻ വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് പറയാൻ അതന്നെ പ്രോഗ്രസ് ആണ്. കാരണം അത് പറയാൻ അവർ റെഡി ആയല്ലോ എന്നുള്ളതൊക്കെ. രണ്ട്, അവിടെ ആ പ്രോബ്ലം എന്താന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. അത് തെറപ്പിസ്റ്റിന്റെ സൈഡിൽ നിന്നുള്ളതാണോ, തെറപ്പിസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഫിറ്റ് ആയിക്കൊള്ളുന്നില്ല, ക്ലയന്റും ചിലപ്പോൾ എല്ലാ തെറപ്പിസ്റ്റിനും ഫിറ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അവിടെ ക്ലയന്റിന്റെ സൈഡിൽ നിന്നാണോ തെറപ്പിസ്റ്റിന്റെ സൈഡിൽ നിന്നാണോ, അല്ലെങ്കിൽ പറഞ്ഞ എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യമാവും, ചിലപ്പോൾ തെറപ്പിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു വേർഡ് ആവും, പറഞ്ഞ വേർഡ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് ആവാം, അല്ലെങ്കിൽ സംസാര രീതി ആവാം. അപ്പൊ ഇതിൽ എന്താണ് അവിടെ ട്രിഗർ ചെയ്തെന്നുള്ളത് നോക്കാം. ആൻഡ് എന്താണ് അവർ പ്രോഗ്രസ് എന്നുള്ളത് കൊണ്ട് അവരുടെ ഡെഫിനിഷൻ എന്താന്നുള്ളത് കൂടി നോക്കണം. പെട്ടെന്ന് ഒരു സൊല്യൂഷൻ തരാം എന്നുള്ളതാവും ചിലപ്പോൾ അവിടെ ഇതാക്കുന്നുണ്ടാവാം. അപ്പൊ അവിടെ അവരുടെ പ്രോഗ്രസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താ എന്നുള്ളത് കൂടി നോക്കണം. അവര് പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ആവുന്നില്ല എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ എന്താന്നുള്ളത് നോക്കണം. ചിലപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെക്ടേഷൻ എന്താന്നുള്ളതും നമ്മൾ തെറപ്പിസ്റ്റിന്റെ സൈഡിൽ നിന്ന് തെറപ്പിസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള എക്സ്പെക്ടേഷനും ഇതിൽ രണ്ടിലും ഒരു ഇൻകോൺഗ്രൻസ് വരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എല്ലാ തെറപ്പിസ്റ്റും എല്ലാ ക്ലയന്റിനും വർക്ക്ഔട്ട് ആവില്ല, എല്ലാ ക്ലയന്റും എല്ലാ തെറപ്പിസ്റ്റിനും വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ അവിടെ
ക്ലിയർ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസും അവിടെ ഉണ്ട്. ആ സ്പേസ് അവിടെ തെറപ്പിസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് അവിടെ തെറപ്പിസ്റ്റ് അത് റിജക്ഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം നിലയിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് തെറപ്പിസ്റ്റിന്റെ ക്വാളിറ്റി. ഓക്കെ. സെക്കൻഡ് തിങ്, അവിടെ ആ സ്പേസ് ക്ലയന്റിന് ഫീൽ ചെയ്യും വേണം. എൻ്റെ ആ സ്പേസ് ഉണ്ടെന്നുള്ള ക്ലയന്റിന് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കണം ഫസ്റ്റ് സെഷനിൽ. അതിനുശേഷം എക്സ്പെക്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ക്ലയന്റിന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളതും ആൻഡ് അത് എത്രമാത്രം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറേയൊക്കെ ലൈക്ക് വരുന്ന ആളുടെ ഇമോഷൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു ക്വിക്ക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വിക്ക് സൊല്യൂഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്താ നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് എന്താന്നുള്ള രീതിക്ക് അത് അവർക്കും കൂടിയും രണ്ടുപേർക്കും വർക്കൗട്ട് ആവുന്ന രീതിയിലേക്ക് ആ തെറപ്യൂട്ടിക് ഗോള് സെറ്റ് ചെയ്ത് പോകുന്നത് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് എല്ലാ തെറപ്പിസ്റ്റിനും ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ആ ലിമിറ്റേഷൻസ് എന്താന്നുള്ളത് തെറപ്പിസ്റ്റ് ആദ്യം മനസ്സിലാക്കണം. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറപ്പിസ്റ്റ് ആണെങ്കിൽ അവിടെ ബുദ്ധിമുട്ടാവും. എല്ലാ തെറപ്പിസ്റ്റുകൾക്കും എല്ലാ കേസും വർക്ക്ഔട്ട് ആവില്ല. സോ അതിനാണ് എല്ലാ തെറപ്പിസ്റ്റുകളും സൂപ്പർവിഷൻ എടുക്കണം എന്നുള്ളത് പറയുന്നത്. അവർക്കൊരു സൂപ്പർവൈസർ ഉണ്ടാവണം ടു നോ ദെയർ ലിമിറ്റേഷൻസ് ആൻഡ് സ്ട്രെങ്ത്. സോ തെറാപ്പി വർക്കായിട്ടില്ലെങ്കിൽ നേരെ സോഷ്യൽ മീഡിയയിലേക്ക് പോകാതിരിക്കുക. അടുത്ത തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് അല്ലേ? Yeah. നമ്മൾ ഇത്ര നേരം തെറാപ്പി എന്ന് പറഞ്ഞു, പക്ഷേ ഇതിനിടയിൽ 2-3 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് തെറാപ്പിസ്റ്റിന് ഒരു സൂപ്പർവിഷൻ വേണമെന്നുള്ളത്. എന്താണ് തെറാപ്പിസ്റ്റിന് കിട്ടേണ്ടുന്ന സൂപ്പർവിഷൻ, അല്ലെങ്കിൽ എന്താണ് ആ പരിപാടി? ഓക്കെ, നമ്മൾ മൈൻഡ് പോർട്സിൽ നമ്മൾ തെറപ്പിസ്റ്റിന് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ മിനിമം ഒരു 4 തെറപ്പിസ്റ്റ് ഉണ്ടാവും. അതായത് MSc സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളാവാം, അതല്ലെങ്കിൽ MPhil കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളാവാം. അപ്പോൾ ഇവർ നമ്മൾ ഈ പറഞ്ഞ ഡിഗ്രിയുടെ ബേസിസിൽ MSc കുട്ടികൾ അധികം ഒന്നിച്ചൊരു ഗ്രൂപ്പാക്കും, MPhil കുട്ടികൾ ഒരുമിച്ചൊരു ഗ്രൂപ്പാക്കും. ആൻഡ് അവർ നമ്മൾ എല്ലാ മാസവും 4 തവണ മീറ്റ് ചെയ്യാറുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അവിടെ ഓരോ ദിവസം ഓരോരുത്തരാണ് ഓരോ കേസ് പ്രസൻറ്റ് ചെയ്യുക. അവർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കേസ്, അല്ലെങ്കിൽ അവർ ഇതേപോലെ സ്റ്റക്കായിട്ടുള്ള കേസ്, തെറപ്പിസ്റ്റിനും ഈ പറഞ്ഞ തോട്ട് പ്രോസസ്സ് വരാം. അയ്യോ, ഇതിലൊരു പ്രോഗ്രസ്സും വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് തെറപ്പിസ്റ്റിനും വരാം. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ ഈ 4 പേരിൽ ഒരാൾ അവർ അന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യും. ആ കേസ് ഡിസ്കഷനിൽ അവിടെ ആ കേസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആ തെറപ്പിസ്റ്റിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ തോട്ട് പ്രോസസ്സ് വരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്കിൽ അപ്ഡേഷൻ എന്നുള്ളതും കൂടി അവിടെ ആ സൂപ്പർവൈസർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആസ് എ തെറപ്പിസ്റ്റും അവർ മോൾഡഡ് ആവുകയാണ്. ആ കേസിലേക്കും കുറച്ചും കൂടി നല്ല ഗൈഡൻസ് അവർക്ക് കിട്ടണം. ആൻഡ് അവിടെ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസും അവിടെ ആഡഡ് ആവുകയാണ്. അപ്പോൾ ഒരു കേസ് സൂപ്പർവിഷന് പോവാ പറയുമ്പോൾ അവരല്ലാണ്ട് വേറെ 3 ഗ്രൂപ്പിലുള്ള സൈക്കോളജിസ്റ്റുകളുടെ അടുത്തുള്ള കോൺട്രിബ്യൂഷനും പ്ലസ് സൂപ്പർവൈസറുടെ സൈഡിൽ നിന്നുള്ള കുറച്ചും കൂടി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡൻസ് ഫോർ ദ കേസ് ആൻഡ് ഫോർ ദ തെറപ്പിസ്റ്റ്, രണ്ടും അവിടെ ലഭ്യമാണ്. അവിടെ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലയന്റിനോട് കൺസെന്റ് എടുക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ കേസ് സൂപ്പർവിഷന് കൊണ്ടുപോവാണ് എന്നുള്ള കൺസെന്റ് എടുക്കണം എന്നുള്ളതാണ്. ക്ലയന്റിന്റെ അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കേസ് ഡിസ്കഷൻ ചെയ്യാറ്. പക്ഷെ സ്റ്റിൽ ക്ലയന്റിന്റെ കൺസെന്റ് അവിടെ നിർബന്ധമാണ്. ഞാൻ ചോദിക്കാൻ പറ്റുന്നു അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, തെറാപ്പി അറ്റൻഡ് ചെയ്തിട്ട് ഒരു തെറാപ്പിസ്റ്റ് എനിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സൊല്യൂഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തെറാപ്പി അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അതിന് നമ്മൾ ഹീലാവണം. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്കൊരു പെയിൻ ഉണ്ടായിട്ടുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആവേണ്ടുന്ന ഒരു ഹീലിംഗ് ഫേസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഹൈപ്പ് ചെയ്യുന്ന ആരും ഒക്കെ പരിഗണിക്കുക. താങ്ക് യു.